ഹലോ, മുണ്ടത്തിക്കോട് പാതിരക്കോട്ട് പൂരത്തിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിക്കണത്. അമ്പലത്തേക്ക് കടന്നുകൊണ്ട് തന്നെ എന്റെ കണ്ണിൽ പെട്ടത് നമ്മുടെ നാട്ടിലെ ഗസ്റ്റുകൾ തന്നെയാണ് കേട്ടാ. കണ്ണൻകുട്ടിക്ക് ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തുവിട്ട അവര് സന്തോഷത്തോടു കൂടി തന്ന കാരണം ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു വിട്ടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തേക്ക് പൂരം കാണാൻ പോയിട്ടാ. കുറച്ചധികം നേരം പൂരം കാണാതിരുന്നപ്പോൾ വെള്ളം കുടിക്കാൻ തയ്ക്കണമെന്ന് പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സേവാഭാരതിയുടെ മോരുവെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കണം. അപ്പം നമ്മളും കുടിച്ചുവിട്ട അടിപൊളി മോരുവെള്ളമായിരുന്നു. ദാഹിക്കുന്നവർക്ക് അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടാ. പിന്നെ മോരുവെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ അമ്പലത്തേക്ക് തന്നെ കയറിയിട്ടാ. ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ വന്നു. എല്ലാ പ്രാവശ്യം നേരെ വൈകിട്ട് വരാറ്. ഇപ്രാവശ്യം കുറച്ച് നേരത്തെ വന്നു കേട്ടോ. കൂടുതൽ നേരം പൂരം കാണാനിരുന്നു കേട്ടോ. അങ്ങനെ ആനേനൊക്കെ കണ്ട് അവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്നു. സാധാരണത്തെക്കാളും കൂടുതൽ നേരം ഇരുന്ന് കണ്ടു. പിന്നെ ഞങ്ങൾ അമ്പലത്തിന്റെ പുറത്തിറങ്ങിയപ്പോൾ ആനകളെന്നെ കാണി നിർത്തുന്ന നേരട്ടെ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കാണാനും അവിടെ നിൽക്കാനൊക്കെ. എൻ്റെ ചേട്ടന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ എൻ്റെ ഇഷ്ടത്തിന് നിൽക്കുക. അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ കപ്പലണ്ടിയൊക്കെ മേടിച്ചൊരു ചേട്ടൻ കയ്യൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നടന്നു കേട്ടോ. അപ്പോൾ ഈ പമ്പരം എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നൊക്കെ കുറേ മോഹിച്ചിട്ടുണ്ട്. ഇന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. ഇന്ന് അതിനോടൊക്കെ കൊതിയൊക്കെ പോയി. പിന്നെ ഈ വെഞ്ചാമര വീക്ഷണമൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം അതൊക്കെ കണ്ട് ആസ്വദിച്ച് തിന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ഒരാൾ പോവാന്ന്. എന്നാൽ ശരി പോവാന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പില്ലായി. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാനുള്ളതൊക്കെ കഴിച്ചേ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് വീട്ടിലേക്ക് പോന്നു. അപ്പം അത്രയുള്ള ബായ്.